പാർട്ടിക്കിൾ ഒരു യൂണിഫോം മോഷനിലാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ പറയാം. അപ്പോൾ എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? അത് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് യൂണിഫോം മോഷൻ എന്ന് പറയാം. അപ്പോൾ അതായത് യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ഒരു പാർട്ടിക്കിൾ ഒരു യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്പീഡും എങ്ങനെയായിരിക്കും? യൂണിഫോം സ്പീഡും തന്നെ ആയിരിക്കുമല്ലോ. പക്ഷെ ഒരു യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ അവിടെ വെലോസിറ്റി യൂണിഫോം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു പാർട്ടിക്കിൾ യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ മൂവ്സ് വിത്ത് യൂണിഫോം സ്പീഡ്. പക്ഷേ ഒരു യൂണിഫോം സ്പീഡിലാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിന് കാരണം എന്താണ്? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ. ഇപ്പോൾ ഒരു സർക്കുലർ മോഷനാണെന്ന് വിചാരിച്ചു, ഇങ്ങനെ സർക്കുലർ മോഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്, അത് യൂണിഫോം സ്പീഡാണെന്ന് വിചാരിച്ചു, അത് ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ അതിന് യൂണിഫോം വെലോസിറ്റി ആയിരിക്കുമോ? ഇല്ല. അതിന് കാരണം എന്താണ്? അതിൻ്റെ ഡയറക്ഷൻ ഓരോ പൊസിഷനിൽ വരുമ്പോഴും ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഡയറക്ഷൻ ഇങ്ങനെയായി, ഇവിടെ വന്നപ്പോൾ ഡയറക്ഷൻ ഇങ്ങനെയായി, ഓരോ പൊസിഷനിൽ വരുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ വെലോസിറ്റി അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പോയിന്റിൽ വരുമ്പോഴും അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, വെലോസിറ്റിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി മൂവ്സ് വിത്ത് എ uniform speed, but a particle is moving with a uniform speed need not moves with a യൂണിഫോം വെലോസിറ്റി. മനസ്സിലാണല്ലോ? യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ദാറ്റ് ഈസ് എ യൂണിഫോം വെലോസിറ്റി ആൻഡ് ദ യൂണിഫോം സ്പീഡ്.